എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടിയ ഭക്ഷ്യ കിറ്റിലെ മുത്താറിപ്പൊടി ഉപയോഗിച്ചിട്ട് ഒരു കിടിലൻ ദോശയും തക്കാളി ചട്നിയുമാണ്. മുത്താറിപ്പൊടി തനിയെ എടുത്ത് ദോശ ഉണ്ടാക്കിയാൽ അത് ചട്ടിയുമേ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് റവയും കൂടി ചേർത്തിട്ടാണ് ദോശ ഉണ്ടാക്കുന്നത്. ദോശ ഉണ്ടാക്കാനായി 1 കപ്പ് മുത്താറിപ്പൊടിയും 1/2 കപ്പ് റവയും 1/4 ടീസ്പൂൺ നല്ല ജീരകവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളമൊഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കോരി ഒഴിക്കാവുന്ന പരുവത്തിലേക്ക് ഈ മാവ് മാറ്റണം. ഇതിലേക്ക് 1 കപ്പ് സവാള അരിഞ്ഞതും 1 പച്ചമുളകും കുറച്ച് വേപ്പിലയും ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം ദോശ ചുട്ടെടുക്കാം. നല്ലതുപോലെ മൊരിഞ്ഞതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ച് മറിച്ചിടാം. ദോശ നല്ലതുപോലെ മൊരിയണം, എന്നാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ലതുപോലെ മൊരിഞ്ഞതിന് ശേഷം എല്ലാ ദോശയും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക. ദോശയുടെ കൂടെ തക്കാളി ചട്നിയാണ് ഉണ്ടാക്കുന്നത്. ഇതിനായി ഒരു പാൻ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 1 കപ്പ് ചുവന്നുള്ളി നീളത്തിലരിഞ്ഞത് ചേർക്കുന്നു. അതിലേക്ക് ഒരു 4 കഷ്ണം ഇഞ്ചി ചേർത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം. ഉള്ളി വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ചേർക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം. തക്കാളിയും സവാളയും വാടി വന്നതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. തക്കാളിയും സവാളയും നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. നമുക്ക് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് കടുകും 2 വറ്റൽമുളകും കൂടി വറുത്ത് ചേർക്കാം. ദോശയും തക്കാളി ചട്നിയും റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ദോശയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അടുത്ത വീഡിയോയിലൂടെ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.